നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് വ്യാഴം 7ഉം 8ഉം ഭാവത്തിലും, ശനി 3, 4 ഭാവത്തിലും, രാഹു 2ലും പിന്നീട് ലഗ്നത്തിലേക്കും ഗോചരം ചെയ്യുന്നൊരു കാലമാണ്. വീട്, അതുപോലെ തന്നെ വസ്തു, വാഹനം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, നൂതന ഗ്രഹനിർമ്മാണം ആരംഭിക്കുന്നവർക്കും ഒക്കെ അതിനുള്ള അനുകൂല സാഹചര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. മേലധികാരികളിൽ നിന്നൊക്കെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് വിജയമൊക്കെ വന്നു ചേരാം. 2027 ജാനുവരിയോടുകൂടി നിങ്ങൾക്ക് നേട്ടങ്ങളുമൊക്കെ ധാരാളം വന്നു ഭവിക്കുന്നതാണ്. ഏത് കാര്യം ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ചേരുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത യുവജനങ്ങളുടെയൊക്കെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകും. പുതിയ വീടൊക്കെ പണി തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ചെലവുകൾ വന്നുപെടാം. മേലധികാരികളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരികളിൽ നിന്നൊക്കെ പ്രീതിയൊക്കെ സമ്പാദിക്കാനായിട്ട് കഴിയുന്നുണ്ട്. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടവും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുമൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സ്വജനങ്ങളുമായിട്ടുള്ളവർക്ക് ദേഹാരിഷ്ടതകളോ പ്രവൃത്തി മേഖലയിൽ തടസ്സവും താമസവും ഒക്കെ വന്നുപെടാം. വർഷമധ്യത്തോടുകൂടി ധാരാളം പ്രതിസന്ധികളെയൊക്കെ നിങ്ങൾ തരണം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം 2ൽ നിന്ന് ശനി മാറുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തിയാവും. അപ്പം അതുകൊണ്ട് തന്നെ കുറേയേറെ പ്രതിബന്ധങ്ങൾ ആ ഒരു അവസാന കാലത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ശനി കടന്നു പോകുന്ന ആ ഒരു സമയത്ത് 2026 അവസാന കാലഘട്ടത്തിൽ കുടുംബത്തിലെ അഭിപ്രായ ഭിന്നത, മാതാപിതാക്കളായിട്ടോ സന്താനങ്ങളായിട്ടോ പങ്കാളികളുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് വളരെ സന്തോഷവും ഉത്സാഹപൂർണമായിട്ടുള്ള പ്രവൃത്തികൾ കാഴ്ചവെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ആഗ്രഹ സബലീകരണമൊക്കെ വന്നുപെടുന്നതാണ്. അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ളൊക്കെ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കാൻ, സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള വിജയമൊക്കെ അവസാനത്തോടു കൂടി പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളുടെയൊക്കെ വിരോധം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം ഉണ്ടെങ്കിലും അതിനൊക്കെ ധാരാളം പണവും നിങ്ങൾ കൈ നിറക്കേണ്ടതായിട്ടൊക്കെ വരുന്നത് കൊണ്ട് കയ്യിൽ നല്ലതുപോലെ സാമ്പത്തിക ദുരിതം ഉണ്ടാകാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യമാകുന്നുണ്ട്. അതിന് സാധ്യമാകുന്നതോടൊപ്പം തന്നെ വിദേശത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിൽ അവിടെ തന്നെ തൊഴിൽ കിട്ടാനും ഒക്കെ, ഇപ്പോൾ തൊഴിൽ തീർന്ന നാട്ടിലേക്ക് വരണം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നവർക്ക് അവിടെ തന്നെ ചെറിയ തൊഴിലിൽ പ്രവേശിക്കാനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആഗ്രഹ സബലീകരണങ്ങളൊക്കെ നടപ്പിലാവുന്നതാണ്. ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. രാഷ്ട്രീയ രംഗത്തിലുള്ളവർക്കൊക്കെ ധാരാളം വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നതും അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭ്യമാകുന്നതുമാണ്. വർഷാവസാനം ധനവർദ്ധനവിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ടും ആത്മവിശ്വാസവും കഠിന പരിശ്രമവും മൂലം ഈ ഒരു വർഷം നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കും. എന്നാലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെയുള്ള പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിലുള്ളൊരു വിജയം നിങ്ങൾക്ക് കാഴ്ചവെക്കാനായിട്ട് ഈ വർഷം സാധിക്കുന്നതാണ്. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യുക, മഹാദേവനെ ജലധാര വഴിപാടായിട്ട് ചെയ്യുക. പക്കപ്പിറന്നാളുകളിലെ രാഹു ക്ഷേത്രങ്ങളോ അതുപോലെ തന്നെ നവഗ്രഹ പൂജയോ, നാഗങ്ങൾക്ക് വഴിപാട് മഞ്ഞൾപ്പൊടി അതുപോലെയുള്ള വഴിപാട് നടത്തുന്നതും നാഗക്ഷേത്ര ദർശനമൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടി.